നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പ. മള്ളിയൂരിൻ്റെ ജീവിതത്തെയും സന്ദേശത്തെയും കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതോടനുബന്ധിച്ച് നിരവധി ഭക്തരായിട്ടുള്ള ആളുകളുടെ കഥകളും അവരുടെ സംഭാവനകളും അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളുമൊക്കെ നമുക്ക് സ്പർശിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഭക്തി സ്യാത് പരമാലോകേ യയാന്യോ ദുർഗതിം തരേത്. ഭക്തിയുടെ തോണിയിലേറി സംസാരസാഗരം മറുകര കടക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച പരമഭക്തരായിട്ടുള്ള എത്രയോ എത്രയോ ജനങ്ങൾ. നമ്മളുടെ ഏറ്റവും വലിയ ദുഃഖം അതുപോലെയുള്ള സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര അറിവില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം ചരിത്രം അവരാരോടും പറയാറില്ല, നമ്മളൊട്ട് അറിയാറുമില്ല, ആരാഞ്ഞന്വേഷിക്കാറുമില്ല. അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും അതല്ലെങ്കിൽ ജീവിത സമരത്തിൻ്റെയും ഒക്കെ കഥകൾ. കാരണം ജീവിതത്തിൽ ഒരു നിമിഷം പോലും ആത്മസ്വരൂപത്തെ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ആഞ്ഞം മാധവൻ നമ്പൂതിരി തിരുനാമാചാര്യൻ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ആളുകൾക്കറിയൂ. തിരുനാമാചാര്യൻ്റെ കഥ തന്നെ എടുത്തു നോക്കുമ്പോൾ വലിയൊരു പരിവർത്തനത്തിൻ്റെ കഥ നമുക്കവിടെ കാണാം. കാരണം പട്ടാമ്പിക്ക് സമീപമുള്ള ആഞ്ഞത്ത് ഇല്ലം പാരമ്പര്യമായിട്ട് വലിയ വേദപണ്ഡിതന്മാരും ഈശ്വരാന്വേഷികളുമായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലാണ് മാധവനും ഉണ്ടായത്. അവിടെ തേവാരമൂർത്തി അഥവാ നമുക്ക് പറയാവുന്ന ഒരു അവിടുത്തെ തന്നെ നിത്യ ഉപാസന കൃഷ്ണനാണ്. ഭാഗവതമൊക്കെ നിത്യേന പാരായണം ചെയ്യുന്ന ഗൃഹം. പക്ഷെ ചെറുപ്പത്തിൽ നമ്മുടെ ആഞ്ഞം അഥവാ മാധവൻ ആളൊരു നിരീശ്വരവാദിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. എന്നല്ല, പല കുറിപ്പുകളിലും പല ജീവചരിത്ര കുറിപ്പുകളിലും പല ആളുകളുടെ അനുഭവങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ആളൊരു നിരീശ്വരവാദിയായിരുന്നു. മുത്തശ്ശിയൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുമായിരുന്നു. അത്ര കടുത്ത നിരീശ്വരവാദി. 14 വയസ്സുവരെ അദ്ദേഹമാണ് ഈ നമ്പൂതിരിമാരുടെ യോഗക്ഷേമ പ്രസ്ഥാനത്തിലൊക്കെ കുറേ കാലം സമരാത്മകമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. സംസ്കൃത വിദ്യാഭ്യാസമൊന്നും വേണ്ട, ആധുനിക വിദ്യാഭ്യാസം മതി, മോഡേൺ എഡ്യൂക്കേഷൻ വേണം, എങ്കിലേ അതിനുവേണ്ടി ഫണ്ട് ഉണ്ടാക്കാനൊക്കെ അദ്ദേഹം നടക്കുമായിരുന്നു. ജാഥകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്തൊരു താന്തോന്നി എന്നൊരു പേരും വെളിപ്പേരും അദ്ദേഹം സമ്പാദിച്ചു. ഈ ആഞ്ഞമാണ് 14-ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ചെറിയൊരു രോഗം, ചെറുത് എന്ന് പറയാനാവില്ല, കാരണം ചികിത്സിച്ചിട്ട് മാറാത്ത ഒരു രോഗം അദ്ദേഹത്തെ പിടികൂടുകയാണ്. ശരീരം ശോഷിക്കുകയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അതോടുകൂടി വിശപ്പില്ലായ്മ വന്നു, ഉത്സാഹമില്ലായ്മ വന്നു, ഏതു നേരവും കിടപ്പ തന്നെയായി, കിടക്ക വിട്ട് എഴുന്നേൽക്കാത്ത അവസ്ഥ. അപ്പോൾ ശരീരം ശോഷിച്ച് വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം, അതിനു മുമ്പ് തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അലോപ്പതി മെഡിസിൻസ്, ആയുർവേദം എന്ന് വേണ്ട കാണാവുന്ന വൈദ്യന്മാരെയൊക്കെ കണ്ടു, പലതരത്തിലുള്ള ചികിത്സ നടത്തി. പക്ഷേ രോഗം മാറുന്നില്ല. എന്താണെന്ന് കണ്ടുപിടിക്കാനും വൈദ്യന്മാർക്ക് കഴിയുന്നില്ല. ഡോക്ടർമാരും പറഞ്ഞു സാരമില്ല, കുറച്ചു കാലം വിശ്രമിച്ചാൽ മതി, മാറും
അടിസ്ഥാനപരമായ പ്രശ്നമൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും രോഗത്തിന് മാറ്റമില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, ഗുരുവായൂർ മേൽശാന്തിയായിട്ടുള്ള അമ്മാവൻ ഒരിക്കൽ ഇല്ലത്ത് വന്നപ്പോൾ പറഞ്ഞു, മാധവൻ ഒരു കാര്യം ചെയ്യുക, ഗുരുവായൂർക്ക് പോരുക. അവിടെ വന്നാൽ കുറച്ചു കാലം സ്വസ്ഥമായിട്ട് കഴിഞ്ഞുകൂടാ, നല്ല അന്തരീക്ഷമാണ്, എന്നും രാവിലെ കുളി, ദർശനം, പിന്നെ നല്ല ഭക്ഷണം, അതൊക്കെ തരാവും. ആദ്യം പറഞ്ഞതിനകത്ത് ആദ്യത്തെയും അവസാനത്തെ എനിക്ക് താല്പര്യമുണ്ട്, ആ നടുവിലുള്ളത് അത്ര ഇഷ്ടമായില്ല. എനിക്ക് ദർശനമൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കുളിക്കാൻ രാവിലെ നടക്കാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം, ഞാൻ അവിടെ വന്ന് കുറച്ചു കാലം താമസിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അമ്മാവൻ്റെ കൂടെ ഗുരുവായൂർ മേൽശാന്തി മഠം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തെത്തി താമസം ആരംഭിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ വെളുപ്പിനെയുള്ള കുളി, പ്രദക്ഷിണം. അദ്ദേഹം ദർശനത്തിന് പോകാറില്ലായിരുന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്നത് വലിയ അർത്ഥമൊന്നും കണ്ടില്ല, പക്ഷേ അതിലേക്ക് നടക്കും, പ്രദക്ഷിണമൊക്കെ നടക്കും. അത് കഴിഞ്ഞ് തിരികെ എത്തിക്കുമ്പോഴേക്കും നല്ല ഒന്നാം തരം ഭക്ഷണം, അപ്പമുണ്ട്, അടയുണ്ട്, പാലുണ്ട്, പഴമുണ്ട്, പഞ്ചസാരയുണ്ട്, മലരുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ട്, മേൽശാന്തിയാണെല്ലാം, ഭക്ഷണത്തിന് ക്ഷാമമില്ല, ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നിവേദ്യം അതൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു, അസുഖം മാറി, രോഗമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഗുരുവായൂർ താമസം അദ്ദേഹത്തിന് ശരിക്ക് പിടിച്ചു. പക്ഷെ സുഖമായി. എന്നാലും തൊഴാൻ പോയില്ല. കാരണം അത് തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ്. ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നയാൾ എങ്ങനെ ഈശ്വരൻ്റെ വിഗ്രഹത്തെ കൈകൂപ്പുക? ഈ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതിലും നമുക്കറിയാം അതിനകത്തും ഒരു ഈശ്വരനുണ്ട്. എങ്ങനെയാണ് പറയുക? ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോഴും ഈശ്വരനുണ്ട് എന്ന് പറയുമ്പോഴും രണ്ടിടത്തും ഒരു ഈശ്വരനുണ്ട്. ഈ ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിലും ആദ്യ ഉള്ളിൽ പ്രതിഷ്ഠ നടത്തണം. നമുക്കങ്ങനെയാണ്. ഏത് വാക്കാണെങ്കിലും ശരി, ഏത് ആശയമാണെങ്കിലും ശരി, അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ചെയ്യുന്ന ഒരു കാര്യം ആദ്യം അത് ഉള്ളിൽ പ്രതിഷ്ഠിക്കുക എന്നാണ്. എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സാമ്പാർ തെളിഞ്ഞിരിക്കും, അഥവാ തലച്ചോറിൽ സാമ്പാറിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കും. എനിക്ക് സാമ്പാർ ഇഷ്ടമാണ്. എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിലും ശക്തമായിട്ട് സാമ്പാർ തെളിയും. അതിൻ്റെ ഗന്ധം വരെ മൂക്കിലേക്ക് അടിച്ചു കയറും, മുഖത്തെ മാംസപേശികളൊക്കെ വലിയും. കാരണം എന്താ? എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ കൂടുതൽ മാംസപേശികൾ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് യഥാ വൈരാനുബന്ധേന മർത്യാ തന്മയതാമിയാത് എന്ന് പറഞ്ഞത്. ന തഥാ ഭക്തിയോഗേന. ഇഷ്ടം കൊണ്ടെത്താൻ പറ്റില്ല. ഇഷ്ടത്തിൽ മാംസപേശികളും തലച്ചോറിലെ നേഴ്സും ഒന്നും തന്നെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ശക്തമല്ല. ഇഷ്ടമാളാണിലെ ഓർത്തിരിക്കുകയല്ല. ദേഷ്യമാണ് ആളിനെ, വെറുപ്പാണ് ആളിനെ എന്ന് പറയുമ്പോഴേക്കും ശരീരത്തിലെ സർവ്വകോശങ്ങളും പ്രവർത്തിക്കും. എനിക്ക് അയാളെ വേണ്ട 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 എന്ന് എത്ര പറയുന്നു അത്രത്തോളം ഇത് ഉള്ളിൽ ഉറച്ചിരിക്കും. അതുകൊണ്ടാണ് നിരീശ്വരവാദികളാണ് ഏറ്റവും വലിയ ഈശ്വര ഭക്തന്മാരെന്ന് പറയാൻ കാരണം. നിരീശ്വരവാദി തിരിഞ്ഞ് ഭക്തനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിലുള്ള നമ്മൾ പറയുക തീഷ്ണത ഭക്തനില്ല. ഭക്തന് കുറ്റബോധമൊന്നുമില്ല. ചെറുപ്പം മുതലേ ഭക്തിയായിട്ട് അങ്ങനെ നടന്നു വന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് വിളിച്ചു, അങ്ങനെ അങ്ങ് പോകുമെന്നേ ഉള്ളൂ. നിരീശ്വരവാദി അങ്ങനെയല്ല. നിരീശ്വരവാദി പലവട്ടം ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിച്ചിട്ടുണ്ട്, ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇല്ല 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 എന്ന് പറഞ്ഞ് പ്രദക്ഷിണം ചെയ്ത ആഞ്ഞം ഈ ഇല്ല എന്ന് പറഞ്ഞ ആളിനെ ഒരു വട്ടം ശ്രീകോവിലേക്കൊന്ന് നോക്കി തിളങ്ങി നിൽക്കുന്ന ദീപങ്ങളൊക്കെ കണ്ടു. അത് നന്നായിട്ടുണ്ട്, വിളക്കുമൊക്കെ നന്നായിട്ടുണ്ട്. നടുവ് നിൽക്കുന്ന ആളിനെ ഞാൻ നോക്കുന്നില്ല. 2 വട്ടം 3 വട്ടം കഴിഞ്ഞു. പിന്നെ നടുവിൽ നിൽക്കുന്ന ആളിനെ നോക്കി, നന്നായിട്ടുണ്ട്, ഇന്നത്തെ ചാർത്തൊക്കെ കണ്ടു. മെല്ലെ 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 നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ എന്ന് പറഞ്ഞതുപോലെ അറിയാതെ മനസ്സിലേക്ക് കയറി ഒരു നനുത്ത സ്പർശം പോലെ, തണുപ്പ് കടന്നു വരുന്നത് പോലെ ഉള്ളിലേക്ക് പതുക്കെ പടർന്ന് കയറി അത് ശരീരത്തിലെ സർവ്വകോശങ്ങളിലും അരിച്ചു നടന്നു. നാരായണ നാരായണ എന്ന നാമം. കാരണം കാലത്ത് മുതൽ കേൾക്കുന്നത് അതാണ്. നാരായണ എന്ന നാമം പല കുറി കേട്ടപ്പോൾ പതുക്കെ പതുക്കെ ഭക്തർ തൊഴുതു തുടങ്ങി.
മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കടന്നു, പ്രദക്ഷിണമായി നാരായണനാമം ജപിച്ചു തുടങ്ങി. അങ്ങനെ ജപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. നമുക്ക് വലിയ തത്വശാസ്ത്രത്തിലേക്കോ വേദാന്ത സിദ്ധാന്തത്തിലേക്കോ ഒന്നും പോകണ്ട. നാരായണ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ എന്നുള്ളിലേക്ക് ഉള്ളിലൊന്ന് സ്മരിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട്, ഒരു ശാന്തി ലഭിക്കുന്നുണ്ട്. സമാധാനം, ശാന്തി ഒരിക്കൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോവില്ല. അതാണ് നമ്മളുടെ ഈ തത്സ്വരൂപത്തിൻ്റെ ഒരു പ്രത്യേക. സ്വരൂപം എന്ന വാക്ക് തന്നെ അതാണ്. വാട്ട് ഈസ് സ്വരൂപം? എന്താ സ്വരൂപം എന്ന് വെച്ചാൽ അത് സമാധാനമാണ്. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ നിശ്ചല തത്വം, ചലനമില്ലാത്ത ബാലൻസ്ഡ് പൊസിഷൻ, അതാണ് സമാധാനം. ഒരിക്കൽ സമാധാനം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വിട്ടുപോരാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നീട് നാരായണ 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 എന്നിങ്ങനെ പലവട്ടം ഉരുവിട്ടു. 20ാമത്തെ വയസ്സായപ്പോഴേക്കും മാധവൻ, ആഞ്ഞം മാധവൻ നമ്പൂതിരിയായി, തിരുനാമാചാര്യനായി, സപ്താഹ ആചാര്യനായി, ഗ്രന്ഥകാരനായി, വാഗ്മിയായി, കവിയായി, കാരുണ്യമൂർത്തിയായി അങ്ങ് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിദ്ധാന്തങ്ങളും ആശയങ്ങളും തുടർന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ വാർഡ് മെമ്പറായിട്ടോ ഇന്ന് ആരും അറിയപ്പെടാതെ പോകുമായിരുന്നു. ഇന്നത് അദ്ദേഹം ആഞ്ഞം എന്ന വാക്ക്, ആ 2 അക്ഷരത്തിൽ നമുക്കറിയാം അവിടെ ലക്ഷദ്വീപം തെളിയുന്ന ഒരവസ്ഥയാണ് മനസ്സിലേക്ക്. കാരണം അതിന് വ്യാഖ്യാനം ആവശ്യമില്ല. ആഞ്ഞം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചെറുപ്പകാലഘട്ടത്തിൽ ഓർക്കുന്നുണ്ട്, ആഞ്ഞം എന്ന് കേൾക്കുമ്പോൾ നാരായണ നാരായണ, ഓ സർവ്വതും നാരായണമയമാണ്. ആഞ്ഞം തിരുമേനി വരുന്നു എന്ന് കേട്ട ആളുകൾ ഓടിക്കൂടുന്നതും അവിടെ 2 കൈയും കൂപ്പി നാരായണ 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 എന്ന് ഉറക്കെ വിളിക്കുന്നതും, അതും അനുഭൂതിയോടുകൂടി ഭക്തിയോടുകൂടി അങ്ങനെ വിളിക്കുന്നതും കാണുമ്പോൾ ഈശ്വര, ഏത് തരത്തിലുള്ള മാറ്റമാണ്! ആ പരിവർത്തനത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അത് പരിവർത്തനമാണോ, ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ പരാവർത്തനമാണോ എന്നൊന്നും നമുക്കറിയാനൊക്കില്ല. ആഞ്ഞ ഒരു പ്രതിഭാസമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു മഹാപുരുഷനുമായിട്ട് മറ്റൊരു ഭക്തൻ സംശയിക്കേണ്ട കാര്യമില്ല. മറ്റൊരു പക്ഷം സ്വാഭാവികമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കും. ഭക്തൻ ഭക്തനുമായിട്ട് ഒന്നിച്ചു കൂടും. അങ്ങനെയാണ് മള്ളിയൂരും ആഞ്ഞവും നമ്മുടെ കാശി തമ്പുരാനും എമ്പ്രാന്തിരിയും ഒക്കെ അടങ്ങുന്ന വലിയൊരു ഐക്യമുന്നണി അവിടെ രൂപീകൃതമാകുന്നത്. മള്ളിയൂർ നമ്മുടെ ദേശത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ മള്ളിയൂരിൻ്റെ ഒരുപാട് സംഭാവനകൾ ഗുരുവായൂരിന് കിട്ടിയേനെ. ഗുരുവായൂരിൻ്റെ നഷ്ടം കുറുപ്പന്തറയുടെ നേട്ടം, അതേ നമുക്ക് പറയാനാവും. അദ്ദേഹം ഇവിടെ എത്തി. മള്ളിയൂർ പക്ഷെ 2 പേരും ചെയ്തത് ഒരു കാര്യം, നാമപ്രചാരണം. കാരണം നാണ്യത്തിൻ്റെ ഗുരു മേക്കാട് നീലകണ്ഠൻ നമ്പൂതിരി, മേക്കാടാണ് നാമജപ സപ്താഹം ആരംഭിക്കുന്നത്. ഈ നാമജപ സപ്താഹം വെറും നാമം മതി, 4 അക്ഷരം മതി. ഈ 4 അക്ഷരം കൊണ്ട് നമുക്ക് വിശ്വം ജയിക്കാമെന്ന് തെളിയിച്ചത് 2ാം ലോകമഹായുദ്ധ കാലത്താണ് ഈ നാമജപം തുടങ്ങുന്നത്. നാമജപം അതിനു മുമ്പുണ്ട്. നാമജപ പ്രസ്ഥാനം തുടങ്ങുന്നത് 2ാം ലോകമഹായുദ്ധ കാലത്താണെന്നാണ്. കേട്ടാൽ വിശ്വസിക്കില്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അതിന് മുൻകൈ എടുത്തത്. 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനിയും ജപ്പാനും ഒക്കെ ഒരു സൈഡിലും ഇംഗ്ലണ്ടും ഫ്രാൻസും അമേരിക്കയൊക്കെ വേറൊരു സൈഡിലുമായിട്ട് യുദ്ധം കൊടുമ്പുരി കൊണ്ടു. ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടൻ വെള്ളം കുടിച്ചു. യുദ്ധകാലഘട്ടത്തിൽ രക്ഷയില്ല എന്ന് വന്നപ്പോൾ ലോകമാകെയുള്ള അറിയാവുന്ന ആളുകളെ ഒക്കെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, നമുക്കൊന്ന് ലോക സമാധാനം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ട് യുദ്ധം തീരണം. ഇന്ത്യയിലെത്തി. ഇന്ത്യയിലുള്ള സകല സന്യാസിമാരോടും സകല മതപ്രസ്ഥാനങ്ങളോടും അഭ്യർത്ഥിച്ചു. ആ കൂട്ടത്തിൽ സാമൂതിരിക്കും കിട്ടി ഒരു കമ്പി. അങ്ങയുടെ പ്രസ്ഥാനം, അവിടെ അമ്പലമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറയണം, നമ്മളിവിടെ ആകെ വിഷമത്തിലാണ്. സാമൂതിരി അറിയാവുന്ന ക്ഷേത്രങ്ങളിലൊക്കെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗുരുവായൂർ ഭക്തസംഘത്തെ വിളിച്ചു. എന്നിട്ട് എന്താ വേണ്ടതെന്നൊന്ന് ആലോചിക്കുക. നമ്മുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇപ്പോൾ എല്ലാം അസ്തമിക്കും എന്നുള്ള രീതി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. മാത്രമല്ല, നമ്മൾ ലോക സമാധാനത്തെയാണ് ലക്ഷ്യമാക്കേണ്ടത്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും തീരണം. അതിനെന്താ വേണ്ടത്?
അപ്പോൾ ഓരോരുത്തരും ഓരോ മാർഗങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു നമുക്ക് നാളെ മുതൽ ഹോമം തുടങ്ങാം, ചിലർ പറഞ്ഞു ശാന്തി ഹോമമുണ്ട്, സുഹൃത ഹോമമുണ്ട്, അങ്ങനെ ഭാഗവത പാരായണമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മേക്കാട് നീലകണ്ഠൻ നമ്പൂതിരി ഒരു സജഷൻ വെച്ചത്, നമുക്ക് അതിഗഹനങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു മാർഗമുണ്ട്. നമുക്ക് നാമജപം തുടങ്ങാം. കാലത്തും വൈകുന്നേരമൊക്കെ 1 മണിക്കൂർ മതി, മുഴുവൻ സമയമൊന്നും വേണ്ട. 1 മണിക്കൂർ നമ്മളിവിടെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് നാരായണ നാരായണ എന്ന് ജപിക്കുക. അതെല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ 1942 മേക്കാട് ആഞ്ഞവും എമ്പ്രാന്തിരിയും ഒക്കെ കൂടെ ചേർന്ന് ഗുരുവായൂരിലെ അസംഖ്യം ഭക്തജനങ്ങളും ഒക്കെ കൂടെ ഒന്നിച്ച് ചേർന്ന് ആരംഭിച്ച നാമജപമാണ് 80 വർഷം കഴിഞ്ഞിട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാം. ആദ്യം 40 ദിവസത്തേക്ക് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അതുകൊണ്ടാണ് ഈ നാമറിയാതെ നാവിലേക്ക് കയറി വന്ന പിന്നെ അത് വിട്ടുപോവില്ല. ഭഗവാന്റെ നാമം ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും ശരി അത് വിട്ടുപോവില്ല. കാരണം നാമജപം നമ്മുടെ താളമായി ജീവസ്പന്ദമായിട്ട് അങ്ങനെ ലയിച്ച് കിടക്കുകയാണ്. ആ നാമജപത്തെയാണ് പിന്നീട് ഈ ആഞ്ഞം ഒരു നാമജപ സപ്താഹമായിട്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഗുരുവായൂർ നിത്യേന നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നാരായണാലയത്തിൽ സപ്താഹം, ഇത് നാമജപ സപ്താഹം, ഭാഗവത സപ്താഹമല്ല, നാമജപം മാത്രമായിട്ടുള്ള സപ്താഹം നടക്കുന്നുണ്ട്. നല്ലേപ്പള്ളി സന്മയാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ നിത്യേന നാമജപമുണ്ട്. അങ്ങനെ നാമജപം ഒരു വലിയ മൂവ്മെൻറ്റ്, മുന്നേറ്റം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് അതങ്ങ് വളരുകയാണ്. അപ്പോൾ ആഞ്ഞത്തിൻ്റെ ഈ ഒരു ഭാവം അങ്ങനെ തിരുനാമ ആചാര്യനായിട്ട്, ഭാഗവതാചാര്യനിൽ നിന്ന് തിരുനാമ ആചാര്യനായിട്ട് ആഞ്ഞത്തിൻ്റെയുള്ള ഈ മാറ്റമാണ് നമുക്കറിയാം. അദ്ദേഹം സാധാരണ ജനങ്ങളുടെയും അതുപോലെ വലിയ മഹാമനീഷികളുടെയും, അത് ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള മഹാകവികളായിക്കോട്ടെ, വലിയ ചെമ്പൈ പോലുള്ള മഹാഗായകർ, അക്കിത്തം, നമ്മുടെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച അക്കിത്തം, അദ്ദേഹം ഒരിക്കൽ എഴുതുകയുണ്ടായി. അന്ന് ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് നിലയത്തിലെ പ്രോഗ്രാമിൻ്റെ ചുമതലയാണ് അക്കിത്തത്തിന്. അക്കിത്തം അപ്പോൾ കോഴിക്കോട് നിന്ന് റേഡിയോ നിലയത്തിൽ നിന്നൊരു നിർദ്ദേശം, ഗുരുവായൂർ പോയി ഗുരുവായൂർ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് വരണം, അതിനോടൊപ്പം തന്നെ ഒരു വ്യാഖ്യാനവും നൽകണം. അപ്പോൾ അദ്ദേഹവും ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കൂടെ കാലത്തെ ഗുരുവായൂരെത്തി. തലേ ദിവസം തന്നെ എത്തി. 3 മണിക്ക് നമ്മുടെ ലീലയിടത്തി രാവിലെ തുടങ്ങുന്ന സാന്ദ്രാനന്ദാവബോധം മുതൽ മുഴുവൻ 9 മണിക്ക് നട അടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മിനി ടേപ്പ് റെക്കോർഡറും കഴുത്തിൽ തൂക്കി അദ്ദേഹം കാലത്തെ മുതൽ ജോലി ചെയ്തു. വൈകുന്നതുവരെ ആ ക്ഷേത്ര പരിസരത്ത് നടന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ, നമുക്കറിയാം, അവരുടെ കണ്ഠം വിട്ടുണരുന്ന നാരായണ ജപങ്ങളും അതുപോലെയുള്ള ആ ക്ഷേത്രത്തിലെ ചടങ്ങുകളും മണിനാദവും ഒക്കെ തന്നെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു. 9:30 മണി 10 മണിയോടുകൂടി ക്ഷീണിച്ച് വന്ന് താമസ സ്ഥലത്ത് കിടന്നുറങ്ങാൻ നേരത്ത് അദ്ദേഹം പതുക്കെ ആലോചിച്ചു, ദൈവമേ, ഈ ഓടി നടന്നെങ്കിലും ഒരല്പം പ്രസാദം വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം തിരികെ ചെല്ലുമ്പോൾ അച്ഛൻ ചോദിക്കും, ഗുരുവായൂർ പോയിട്ട് എന്താ കൊണ്ടുവന്ന്, എന്തെങ്കിലും ഒരു പ്രസാദം, ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ചെന്നാൽ പ്രസാദം കിട്ടണമെന്നുമില്ല. അപ്പോൾ 9 മണി 9:30 ആയി കഴിഞ്ഞ് ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പ്രസാദം കിട്ടില്ല, എന്താ വേണ്ടത്, കാലത്തെ പോവുകയും വേണം. അദ്ദേഹം കിടന്നുറങ്ങി. പ്രസാദം വേണം എന്നുള്ള ചിന്തയോടു കൂടിയാണ് രാവിലെ എഴുന്നേറ്റു. തിരിച്ച് കോഴിക്കോടിനുള്ള യാത്രയ്ക്ക് ആരംഭിച്ചപ്പോൾ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി വരുന്നു. ജ്യേഷ്ഠനൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതുവഴി ചെല്ലണം. അപ്പം ആഞ്ഞം കേട്ടിട്ടുണ്ട് ധാരാളം. നേരെ ചെന്നു. ആഞ്ഞത്തിനെ ചെന്ന് കണ്ടപ്പോൾ അക്കിത്തം തന്നെ പറയുന്നത് സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ സ്വീകരിച്ചതുപോലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇതുവഴി വരാതെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു, ഏതായാലും വന്നത് നന്നായി, ഇതുകൂടെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പൊതി എടുത്ത് കയ്യിൽ കൊടുത്തു. അതെന്താന്ന് തുറന്നു നോക്കിയില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ കാലത്തെ നിവേദിച്ച എല്ലാ സാധനങ്ങളും അതിലുണ്ട്.
അച്ഛന് വളരെ സന്തോഷമായി. അക്കിത്തം പറയുമായിരുന്നു, എൻ്റെ മനസ്സ് കണ്ട് ഞാൻ പോകണമെന്ന് പോലും വിചാരിച്ചിരിക്കാത്ത ആ മഹാനുഭാവൻ എൻ്റെ മനസ്സ് കണ്ട് ഇത് തന്നപ്പോൾ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണമെന്നായി. അങ്ങനെയാണ് അക്കിത്തം ആഞ്ഞത്തിൻ്റെ നാരായണാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശനം തുടങ്ങി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാൻ നാമജപം തുടങ്ങി. അക്കിത്തം നാമജപം തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ 2000 നാമം മിനിമം ഒരു ദിവസം ചൊല്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു, ജ്ഞാനപീഠ ജേതാവ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സർക്കാർ ജോലിയോ അല്ല വേണ്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, നമുക്ക് ദേഷ്യമില്ലാതെ ഒരു ദിവസം കടന്നു പോകാൻ വലിയ വിഷമമാണ്. ഒന്നുകിൽ നമ്മുടെ ബോസായ, അതല്ലെങ്കിൽ മറ്റ് ജീവനക്കാരാകാം, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളാകാം. ആകപ്പാടെ സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ദേഷ്യം കയറി വരും. ചിലപ്പോൾ മറ്റാളുകൾ നമ്മളെ ചീത്ത വിളിച്ചിട്ടുള്ള ദേഷ്യമാവാം. എത്ര നേരമാണ് കേട്ടിരിക്കുക. കുറേ നേരം ചീത്ത വിളി കേട്ട് കഴിയുമ്പോഴേക്കും തിരിച്ചൊന്ന് പറയാൻ നമുക്ക് തോന്നും. എല്ലാവരും തല കുലുക്കുന്നുണ്ട്. പറയാൻ തോന്നും. പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 തരത്തിലാണെന്നാണ് പറയുന്നത് ദേഷ്യം നമ്മളെ ബാധിക്കുന്നത്. വേറൊരാൾ ചീത്ത പറയുമ്പോൾ ഒന്നുകിൽ നമുക്കത് സ്വീകരിക്കാം, എന്നിട്ട് തിരിച്ചടിക്കാം. അതിനെ റിഫ്ലക്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടി കാണിക്കുന്നത് പോലെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണാടി എടുത്ത് കാണിച്ചാൽ അത് തിരിച്ചങ്ങോട്ട്. അപ്പോൾ 10 ചീത്ത ഇങ്ങോട്ട് വിളിച്ചാൽ 15 ചീത്ത അങ്ങോട്ട് വിളിക്കാം. ഇതിനെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഇതിന് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനർജി ലോസാണ്. നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എനർജിയുടെ നല്ലൊരു ഭാഗം അങ്ങനെ നഷ്ടപ്പെടും. ഭഗവാൻ നമ്മുടെ ഒക്കെ ജനന സമയത്ത് ആകെ ഒരു ഇത്തിരി 150 മില്ലിഗ്രാം എനർജി തന്ന അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇത് സൂക്ഷിച്ചുപയോഗിക്കണം ജീവിതാന്ത്യം വരെ. ആവശ്യമില്ലാതെ ചിലവാക്കരുത് എന്ന് പറഞ്ഞാണ് ഒരു എന്താ പറയുക ഊർജം, ജീവിതോർജം അത്രയും തന്നിട്ടാണ് നമ്മളെ വിട്ടിരിക്കുക. ഈ എനർജിയാണ്, ഈ ഊർജമാണ് നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ഉപയോഗിച്ച് 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും വൃദ്ധനാകുന്നത്. കാരണം എനർജി തീർന്നു. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യം ഈ എനർജി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കുക. ഓരോ തവണ മറ്റാളുകൾ ചീത്ത പറയുമ്പം തിരിച്ച് ചീത്ത പറഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾക്ക് കിട്ടിയ ഈ 150 മില്ലി എനർജിയിൽ നിന്നും കുറേ എടുത്ത് അവിടെ ചിലവാക്കുക. ചിലരുണ്ട് ചീത്തവിളി കേട്ടാൽ മിണ്ടാതിരിക്കും. അതിനെ അബ്സോർബ് ചെയ്യാന്ന് പറയും, വിഴുങ്ങിയാലും എനർജി പോകും. അകത്തിരുന്ന് അതിദ്രുതമായിട്ട് ശക്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ചീത്ത കേട്ടു, എനിക്കത് തിരിച്ച് പറയാൻ പറ്റിയില്ലല്ലോ, അതിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. നമ്മൾ ദുർബലരാണെങ്കിൽ അങ്ങനെയാണ്. ദുർബലരായിട്ടുള്ള ആളുകൾ കേൾക്കുന്ന ചീത്തയൊക്കെ അങ്ങനെ പോവില്ല. മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി അവർ സാധുക്കളാണെന്ന് വിചാരിക്കരുത്. അതിലും ദുർബലരായിട്ടുള്ള ആളുകളെ കിട്ടുന്നത് വരെ അവരതുള്ളിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയും എനർജി നഷ്ടം. 3ാമതൊരു വഴിയുണ്ട്. അതാണ് നമ്മുടെ ആഞ്ഞം കാട്ടിയ, മള്ളിയൂർ കാട്ടിയ വഴി. ഈ വഴിയുടെ പേരാണ് എനർജി റിഫ്ലക്ഷൻ. ഇവരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ആധുനിക ശാസ്ത്രത്തിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പുതിയ സംഭവങ്ങളൊന്നും തന്നെയല്ല. പുരാതന കാലത്ത് ഋഷിമാരെ കണ്ടുപിടിച്ച ആ മഹാശാന്തി മന്ത്രങ്ങൾ വേറൊരു ഭാഷയിൽ ആധുനിക ശാസ്ത്രമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നും മറ്റൊന്നിൻ്റെ നിഷേധമല്ല, തുടർച്ചയാണ്. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ റിഫ്ലക്ഷനല്ല, അത് റിഫോർമേഷനാണ്. അഥവാ എന്ത് ചെയ്യുന്നു, അതിനെ വഴിമാറ്റി വിടുന്നതാണ് 3ാമത്തത്. അപ്പോൾ റിഫ്ലക്ഷൻ ഒന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നതൊന്നുണ്ട്. 3ാമത്തത് അത് റിഫോം ചെയ്യുക. എങ്ങനെ? ഒരാൾ ചീത്ത വിളിച്ചാൽ നമ്മളുടെ എനർജി നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതിനെ വഴി മാറ്റി നാരായണ 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 എന്നുള്ള വിളിക്കുക. ആ 4 അക്ഷരം വരുന്നത് എനർജി സേവ് ചെയ്യുകയാണ്, എനർജി കൺസംഷനാണ്. അല്ല എന്തിനീ നാരായണ ജപിച്ചാൽ ഭഗവാൻ വരുമോ?
നാരായണ ചോദിച്ചാൽ എന്താ ഗുണം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മളുടെ ഈ എനർജി കൺസംഷൻ തിയറി ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. എപ്പോൾ നിങ്ങൾക്ക് അതികഠിനമായിട്ടുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും ക്ലേശങ്ങളും സംഘർഷങ്ങളും മനസ്സിലുണ്ടാകുമോ അപ്പോൾ പതുക്കെ കണ്ണടച്ച് നാരായണ 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 എന്ന് വിളിച്ചു നോക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്ലിപ്തമായിട്ടുള്ള 150 മില്ലി എനർജി നഷ്ടപ്പെടാതിരിക്കും. അത് കഴിഞ്ഞാലും ക്ഷീണമില്ല. അക്കിത്തം പറയുമായിരുന്നു, ഏതായാലും ആഞ്ഞം പറഞ്ഞു തന്ന ഈ ഒരു വഴി, ഞാൻ പറഞ്ഞ ഭാഷയിലല്ലെങ്കിൽ പോലും അദ്ദേഹം ഉപദേശിച്ച സമാധാനത്തിൻ്റെ വഴി, നാരായണ മന്ത്രത്തിൻ്റെ വഴി അക്കിത്തത്തിനെ ജീവിതത്തിൽ ഉടനീളം നയിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹം പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം പോലെയുള്ള മഹാകാവ്യങ്ങൾ എഴുതിയത്. അല്ലെങ്കിൽ ഈ വഴക്കടിച്ച് ചീത്ത വിളിച്ച് കഴിഞ്ഞു പോയേനെ. എനർജി വഴിതിരിച്ചു വിട്ടു, ചാനൽ മാറ്റി വിട്ടു. ഇതുപോലെ ഈ നാരായണ മന്ത്രത്തിലൂടെ ചിന്മയാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ നാരായണാലയത്തിലെ ആഞ്ഞത്തിൻ്റെ ഏതോ ജന്മദിന ആശംസയ്ക്ക് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ആരോ കത്തയച്ചു ചിന്മയാനന്ദ സ്വാമിക്ക്. സ്വാമിജി മറുപടി ഇങ്ങോട്ട് അയച്ചു, എന്താ, ആഞ്ഞം doesn't need any blessings because he has got the blessings from the very source of blessings. ആഞ്ഞത്തിനെ വേറൊരാൾ അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ആഞ്ഞം നേരിട്ട് അനുഗ്രഹങ്ങളുടെ തലസ്ഥാനത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആഞ്ഞത്തിന് മറ്റൊരാൾ അനുഗ്രഹിക്കാൻ പറഞ്ഞതാരാ? സ്വാമി ചിന്മയാനന്ദ. കാരണം പ്രഭാഷണ പരമ്പരകളിലൂടെ ഭാഗവത സപ്താഹ വേദികളിലൂടെ, അത് ഈ സപ്താഹത്തിൽ ശ്രോതാവൊന്ന് പ്രഭാഷകനൊന്ന്, നമുക്ക് പലപ്പോഴും അങ്ങനെ രണ്ടായിട്ട് തോന്നും. ഈ ആഞ്ഞത്തിൻ്റെ സപ്താഹ വേദിയിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കതല്ല. അന്ന് ഒരുപക്ഷെ ഭാഗവതം അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും ആഞ്ഞം പിടിച്ചുയർത്തി കൊണ്ടുപോവുക, ആഞ്ഞം ജീവിക്കുക സപ്താഹവേദികളിൽ. ഈ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഉലൂഖല ബന്ധനം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ഉദാഹരണം മാത്രമാണ്. ആഞ്ഞം പ്രഭാഷണം നടത്തുക. ഈ ആഞ്ഞം പ്രഭാഷണം നടത്തുമ്പോൾ തിങ്ങി നിറഞ്ഞ ജനങ്ങളങ്ങനെ നിർനിമേഷരായി കാത്തു നിൽക്കുക. ഉലൂഖല ബന്ധനത്തിൻ്റെ കഥയാണ്. യശോദാമയ്യ അവിടെ പാല് തിളച്ചു തൂവുന്നു. യശോദാമയ്യ കണ്ണനെ നിലത്ത് കിടത്തിയിട്ട് അകത്തേക്ക് പോകുന്നു. ഭഗവാൻ എന്തെല്ലാം വികൃതികളൊക്കെ കാണിക്കുന്നു. യശോദാമയ്യ തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, കുറേ വികൃതി കൂടുന്നുണ്ട് കേട്ടോ, നിന്നെ ഇപ്പം കാട്ടിത്തരാം എന്ന് പറഞ്ഞ് ഉരലിലേക്ക് കെട്ടുന്നു. പലവട്ട ഉരലിലേക്ക് കെട്ടാൻ നോക്കിയിട്ടും ന ച അന്തർ ന ബാഹ എന്ന് പറഞ്ഞ പോലെ പുറത്തോ അകത്തോ ഒന്നുമല്ലാത്ത, ബാഹറും അന്തറും ഒന്നുമല്ലാത്ത തലത്തിൽ ഇദ്ദേഹത്തിന് പുറം ലോകമില്ല, അകം ലോകമില്ല. ന ബഹിർന അന്തർ, ബഹിർലോകവും അന്തർലോകവുമില്ലാത്ത, പിന്നോക്കമില്ലാത്ത, മുൻഭാഗമില്ലാത്ത, പരിധികളില്ലാത്ത ഭഗവാനെ കയറുകൊണ്ട് കെട്ടാൻ യശോദ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഭഗവാനെ കെട്ടാൻ വിഷമമാണ്. അങ്ങനെ വിചാരിച്ചാൽ നമ്മളൊക്കെ അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ പല ഹോമങ്ങളും പല പൂജകളും പല മന്ത്രങ്ങളും ഗജമേളകളും ഒക്കെ നടത്തി അല്ലേ നമ്മൾ അവിടെ കിട്ടാൻ, ഭഗവാനെ എത്തിപ്പിടിക്കാനുള്ള ശ്രമം. ആനപ്പുറത്ത് കയറുന്നത് അതാ, അവിടെ നിന്നാൽ കിട്ടാൻ വഴിയുണ്ട്. ഇങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി പറ്റില്ല. എന്താ? ബന്ധമേവ കൃപയാന്വമന്യഥ. മൂപ്പരുടെ കൃപ ഇങ്ങോട്ട് വേണം, ഗ്രേസ് ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് കൈ എത്തിപ്പിടിക്കാനാവൂ എന്ന് ആഞ്ഞം പറഞ്ഞ് ഉരലിൽ പിടിച്ചു കെട്ടി യശോദാമയ്യ വന്നിട്ട് ഗുരുവായൂരപ്പനപ്പം വിളിച്ചു പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ വിളിച്ചു പറയുന്നുണ്ട്, അമ്മ എന്നെ ഒന്നും അങ്ങ് അഴിച്ചു വിടൂ, ഞാൻ ഇനി ഒരു വഴക്കും ഉണ്ടാവില്ല. അപ്പോൾ യശോദാമയ്യയുടെ ഭാവം മാറിയിട്ട് പറഞ്ഞു, സത്യം ചെയ്യണേ, ഇനി ഒരു വികൃതി ഉണ്ടാക്കരുത്. അപ്പോൾ ആഞ്ഞ യശോദയാവും. ഇനി ഒരു വികൃതി ഉണ്ടാക്കുമോ? സത്യം പറയൂ, സത്യം പറയൂ. യശോദ മാറി, സാക്ഷാൽ ആഞ്ഞം അവിടെ പ്രത്യക്ഷപ്പെടും. ആഞ്ഞം മനസ്സിൽ തന്നെ, ആഞ്ഞം കൈ നീട്ടിക്കൊണ്ട് പറയും, ഉണ്ണിക്കണ്ണ ഇവിടെ സത്യം ചെയ്തു പറ, ഈ സപ്താഹവേദിയിൽ പങ്കെടുത്തിരിക്കുന്ന സകലർക്കും മുക്തി കൊടുക്കുമെന്ന് നീ സത്യം ചെയ്യണം. നീ സത്യം ചെയ്താൽ നാരായണ നാമം ഒരു വട്ടം ജപിച്ചിട്ടും മുക്തി ലഭിച്ച
അജാമിളൻ്റെ കഥ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. 1000-ലേറെ നാരായണ എന്ന മന്ത്രം ദിവസേന ജപിക്കുന്ന ഞങ്ങൾക്ക് മുക്തി തരുമെന്ന് നീ വാഗ്ദാനം ചെയ്യണം, സത്യം ചെയ്യണം, എന്നാൽ ഞാൻ നിന്നെ വിടാം. അപ്പോൾ യശോദയൊക്കെ പോയി അവിടുന്ന്. ആഞ്ഞം കയറി വരിക. പാവം ഗുരുവായൂരപ്പൻ സത്യം ചെയ്യാതെ എന്തു ചെയ്യും? ഇത് കഴിയുമ്പോഴേക്ക് നമുക്കറിയാം, സദസ്സിലുള്ള ആളുകളൊക്കെ അവരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരുടെ രോമകൂപങ്ങളിലൊക്കെ ഇന്ന് നമുക്ക് സ്വേദകണങ്ങൾ പൊടിയുകയാണ്. ഭക്തിയാണ് നേരെ മുൻപിൽ കാണുന്നത് പോലെ. ഇതേ തലത്തിലേക്ക് സ്വയം അങ്ങ് മാറുന്ന അതുകൊണ്ടാണ് ആഞ്ഞം സപ്താഹത്തിന് പുതിയ രൂപവും ഭാവവും നൽകി. പണ്ട് ഇല്ലത്തളങ്ങളിലൊക്കെ ഒരു വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ഉറക്കം തൂങ്ങി ഒരാൾ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗവതത്തെ എടുത്ത് ജനസാമാന്യത്തിന് നടുവിലേക്ക്, ഇതാ ശ്രീകൃഷ്ണ ഭഗവാൻ, ഇതാ പരമാത്മാവ്, ഇതാ പരബ്രഹ്മം നിങ്ങളുടെ കയ്യിലേക്ക്, പരബ്രഹ്മം ഇവിധ ഓടക്കുഴലൂതി ഓടിക്കളിക്കുന്നു എന്ന് കാട്ടിക്കൊടുത്തതല്ലേ ആഞ്ഞം. ഈ അജാമിളൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അജാമിളൻ്റെ മോക്ഷത്തിൽ നാരായണ എന്ന് അങ്ങനെയാണല്ലോ, ദൂരെ ക്രീഡകനാസക്തം കളിച്ചുകൊണ്ടിരിക്കുന്ന പുത്രൻ ദൂരെ, ആ പുത്രനെ വിളിക്കാൻ വേണ്ടിയിട്ട് അജാമിളൻ നാരായണ എന്ന് നീട്ടി വിളിച്ചു. ഇത് ആഞ്ഞ് ഓരോ നാരായണയും നിർത്തുകയില്ല. നാരായണ എന്നങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഒരു 108 നാരായണ, നാരായണ 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 നാരായണ, 5-6 നാരായണ കഴിയുമ്പോഴേക്കും എത്തിയിരിക്കുന്ന ആളുകളൊക്കെ നാരായണ ജപിച്ചു തുടങ്ങും. ജപിച്ച് 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 കുറേ കഴിയുമ്പോഴേക്കും നോക്കുമ്പോൾ ആഞ്ഞം കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന കാരണം നാരായണ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നാരായണയുടെ തരംഗങ്ങൾ ഒരു വലിയ ഹിമാലയ പർവ്വതത്തിൽ നിന്നൊക്കെ മഞ്ഞ് മല ഇടിഞ്ഞ് താഴേക്ക് വന്ന് അത് വലിയ ഗംഗാപ്രവാഹമായി, ആ ഗംഗാപ്രവാഹം വംഗസമുദ്രത്തിൽ ചെന്ന് വിലയിക്കുന്നത് പോലെ ഒരു നാരായണ, ആഞ്ഞൻ നൽകിയ നാരായണ ജനസഹസ്രങ്ങളുടെ ഹൃദയത്തുടിപ്പായിട്ടുള്ള നാരായണയായി അത് മുക്തിയുടെ ആനന്ദ സാഗരമായിട്ട് മാറുന്ന കാഴ്ചയാണ് ആ സപ്താഹവേദിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ പുല്ലോർമണ്ണ രാമേട്ടൻ ആ ഇടയ്ക്കിടയ്ക്ക് വരൂ, നാമം ജപിക്കൂ എന്ന് പറയുമ്പോഴേക്കും കഥയിൽ നിന്ന്, തത്വത്തിൽ നിന്ന് നമ്മൾ ഭക്തിയുടെ ശുദ്ധമായ മണ്ഡലത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. എല്ലാവർക്കും സാധിക്കുന്നതല്ല. നാരായണ ജപിക്കാൻ പറയാൻ തോന്നണമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പുല്ലൂർ മണ്ണ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ, ഈ ശാന്തിയുടെ മണ്ണിൽ ഭക്തിയുടെ കറുകപ്പുല്ല് വിടർത്തുന്ന മഹാശയനാണ്. അതുകൊണ്ട് ഈ ഭക്തിസഭ ഇതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. ആധുനിക കാലത്ത് എത്രയോ പേര് നാരായണ ജപിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ ആർജവുമില്ല. സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ജപിക്കാൻ തോന്നില്ല. ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രഭാഷകൻ ഇരുന്ന് എല്ലാവരും നാരായണ ജപിക്കൂ എന്ന് കേട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഉള്ളവനും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നാരായണ 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 എന്ന് ജപിച്ചു. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പ്രഭാഷണം പറയുന്ന ആൾ ആ സമയത്തിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നാരായണ ജപിച്ചോളൂ, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് മോശമായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പറയാം, അതല്ല, ഞാൻ യശോദയുടെ പാല് തിളച്ചു പോയ കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടിൽ ഗ്യാസ് ബുക്ക് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. അതുകൊണ്ട് ഞാനൊന്ന് കൺഫേം ചെയ്തതാണ്. സാധാരണ നമുക്കറിയാം, നമ്മളൊക്കെ അല്ലെങ്കിൽ ആഞ്ഞവും അള്ളിയൂരും പറഞ്ഞു തന്നത് വിഷയ വസ്തുക്കളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഭഗവത് അഭിമുഖമായി ആത്മീയതയിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ആത്മീയത കണ്ടായാലും അത് ചാടി വിഷയവസ്തുക്കളിലേക്ക് വന്നു ചേരുക. ഈ ഒരു വ്യത്യാസമാണ് നമുക്ക് പലപ്പോഴും പഴയ കാലത്തെ ആചാര്യന്മാരും അല്ല ഇന്നത്തെ എല്ലാവരും സംബന്ധിച്ചല്ല, ഈ ജില്ലയിലുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളുടെയോ കഥയല്ല ഞാൻ പറയുന്നത്. ചിലരെങ്കിലും അങ്ങനെ ഉണ്ടാവാം. ആ ഭക്തി അനുഭവിപ്പിക്കാൻ കഴിയണമെങ്കിൽ വേറൊന്നും വേണ്ട, പറയുന്ന ആളിന് ഭക്തി ഉണ്ടാവണം. അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രഭാഷണം. അവിടെ യാതൊരു വാഗാപോട്ടോപങ്ങളൊന്നുമില്ല, അവിടെ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളൊന്നുമില്ല. ഞാൻ ഭഗവാനെ, ഞാൻ അവിടുത്തെ കാണുന്നു, എനിക്ക് ഭഗവാനെ എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഒരു നിർവൃതിയായിട്ട് അനുഭൂതിയായിട്ട് അനുഭവപ്പെടുന്നു, അതിനെ ഞാൻ ഭക്തി എന്ന് വിളിക്കുന്നു. ആ ഭക്തി എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് കൂടെ ഞാൻ പകർന്നു കൊടുക്കുന്നു, അതുമാത്രം. ഈ ആഞ്ഞത്തിൻ്റെ ഈ ഒരു ആർജവ ഭാവമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മള്ളിയൂരിൻ്റെ വായനയെക്കുറിച്ച് വലിയ അഭിപ്രായമായിരുന്നു.
ആരെങ്കിലുമൊക്കെ അതുവഴി വരുമ്പോഴേക്കും ചോദിക്കും, ഇന്ന് മള്ളിയൂരിൻ്റെ വായന ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒന്ന് പോയി കേൾക്കണം കേട്ടോ. ചൊവ്വല്ലൂരിനോട് പ്രത്യേകം പറഞ്ഞു, മള്ളിയൂർ വായിക്കാൻ വന്നിട്ടുണ്ട്, ഇന്ന് പോയി ഇരുന്ന് കേൾക്കണം. അയ്യോ, എനിക്കതിന് സമയം കിട്ടിയിട്ടില്ല. സമയം ഉണ്ടാക്കണം. അദ്ദേഹം ഭക്തപ്രിയയുടെ എഡിറ്ററൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അത് സമയം ഉണ്ടാക്കണം, പോയിരുന്ന് കേൾക്കണം, എന്നിട്ട് എന്നോട് വന്ന് വിവരം പറയണം. അദ്ദേഹം പറയുമായിരുന്നു. കാരണം ഒരിക്കൽ ആരോ 1-2 പേര് മള്ളിയൂരിൻ്റെ വായന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന് എവിടെയാണ് ഇന്ന് ഊട്ടുപുരയിലോ മറ്റോ ആയിരുന്നു, വന്നു ചോദിച്ചു, വിശേഷങ്ങൾ ചോദിക്കും. വായന നടക്കുന്നു എന്ന് കേട്ടു. കേൾക്കാൻ ആളുകളുണ്ട്, പക്ഷേ അത്ര പോരാ. മള്ളിയൂരിൻ്റെ വായന കേൾക്കാൻ ഇത്ര ആളുകൾ വന്നാൽ പോരാ. ആഞ്ഞം പറഞ്ഞു, ധാരാളം മതി, വേറെ ആരും വന്നില്ലെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും, ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് മറ്റാളുകളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മള്ളിയൂർ അവിടെ ഭംഗി ആളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല മള്ളിയൂർ പ്രഭാഷണം പറയുക. അതിലും അത്ഭുതകരമായൊരു സംഭവം പറയേണ്ടത്, ഈ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു കവിത ചൊല്ലാൻ ഗുരുവായൂരിലെ ഹാളിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. മള്ളിയൂരിൻ്റെ സ്വീകരണമോ എന്തോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സദസ്സ് ആളുകൾ തിങ്ങി നിറഞ്ഞ സദസ്സാണ്. മുൻപിൽ 2-3 കസേരകൾ മാത്രം. അത് ഫ്രണ്ടിലിരിക്കാൻ ആൾ കുറവായിരിക്കുമല്ലോ എപ്പോഴും. 2-3 കസേരകളിൽ മാത്രം ആളില്ല, ബാക്കി മുഴുവൻ ആൾ നിറഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ചൊവ്വല്ലൂർ ഒരു കവിത അവതരിപ്പിച്ചു. ഈ കവിത തുടങ്ങി അടുത്ത സെക്കൻഡിൽ അതാ ഒരു ഉണ്ണി ഓടി വരുന്നു. അവിടെ ഇട്ടിരിക്കുന്ന ഒരു ഖാലി ആയിട്ടുള്ള ഒരു കസേരയിൽ ചാടി ഇരിക്കുന്നു. അവിടെ ഇരുന്ന് കേമമായിട്ട് തലയാട്ടുന്നുണ്ട്, ഈ കവിതയുടെ താളം പിടിക്കുന്നുണ്ട്. കവിത സുഖമായിട്ട് ആസ്വദിച്ച് കേട്ടു. കവിത നിർത്തിയപ്പോൾ അടുത്ത സെക്കൻഡിൽ ഉണ്ണിയെ കാണുന്നില്ല. എവിടെ പോയി? സ്റ്റേജിലിരുന്നവരൊക്കെ ശ്രദ്ധിച്ചു, അതാരാണത്? ആർക്കും അറിയില്ല. വന്ന ആളുകൾ അന്യോന്യം ചോദിച്ചു, അതാരാ ഇപ്പോൾ ഒരാൾ ഓടി ഇവിടെ ഇരുന്നിട്ട് കവിത കേട്ടിട്ട് തിരിച്ചു പോയത്? ചൊവ്വല്ലൂർ എന്ന് അവതരിപ്പിച്ച കവിതയുടെ പേരാണ് മള്ളിയൂരിൻ്റെ സപ്താഹം. അദ്ദേഹം അങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്, മള്ളിയൂരിൻ്റെ സപ്താഹം. സപ്താഹം കേൾക്കാൻ പോയി. അപ്പോൾ ചൊവ്വല്ലൂർ കേട്ട സപ്താഹത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സപ്താഹത്തിന് കേൾക്കാൻ പോയി ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിത കേൾക്കാനായിട്ട് എവിടെ നിന്നോ ഒരു ഉണ്ണി വന്ന് കുറേ നേരം ഇരുന്നിട്ട് മടങ്ങിപ്പോയി. ഇത് തന്നെയാണ് ആഞ്ഞത്തിനെ പോലെയുള്ള ആളുകൾ പറയുകയാണെങ്കിൽ അറിയാം, പൊന്നൊരച്ച് നാവിൽ തൊട്ട് പറഞ്ഞ വാക്കുകളാണതെല്ലാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു പ്രസ്താവം, ആരുമില്ലെങ്കിലും ഭഗവാൻ അവിടെ വന്നിട്ടുണ്ടാവും, ഉണ്ണി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗവതകാരനും മറ്റൊരു ഭാഗവതകാരനും തമ്മിലുള്ള ആ ബന്ധമാണത്. സ്പർദ്ധയല്ല, മത്സരമല്ല, പകരം പരസ്പര പൂരകമാണ്. തട്ടയൂരൊക്കെ അങ്ങനെയായിരുന്നു. മറ്റാളുകളുടെ മള്ളിയൂർ സ്ഥിരമായിട്ട് പോകും. ആരുടെയെങ്കിലും ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് മുൻപിൽ വന്നിരിക്കും. അത് മുഴുവൻ കേൾക്കും. കാരണം എന്താ? അവിടെ ഭഗവാൻ ആണ് അവിടെ ഒരു മധ്യവർത്തിയായി നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഭഗവാൻ പറയുന്നു, ഭഗവാൻ കേൾക്കുന്നു. അവിടെ ഭഗവാൻ മാത്രമാണ്, മറ്റൊരു മൂന്നാമതൊരു വ്യക്തിയെ ആരും അനുഭവിക്കുന്നില്ല. ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആഞ്ഞത്തിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കാതെ പോകുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു കുറ്റബോധം തോന്നും. ഗുരുവായൂരെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെ മള്ളിയൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ, വേണ്ട, ഏത് ഭക്തനെക്കുറിച്ച് പറയുമ്പോഴേക്കും തിരുനാമാചാര്യൻ്റെ പേര് പറയാതെ പോകാൻ പറ്റില്ല. എത്രയെത്ര സപ്താഹങ്ങൾ കേരളത്തിൽ മാത്രമല്ല, അതെ, ചെന്നൈ, അന്ന് മദ്രാസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ചെന്നൈയിൽ, ബാംഗ്ലൂരിൽ, മുംബൈയിൽ, കൊൽക്കത്തയിൽ, അലഹബാദിൽ, എവിടെയും ആഞ്ഞത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി, മലയാളികൾ മാത്രമല്ല മറ്റാളുകളും ഓടിക്കൂടുമായിരുന്നു. നാരായണാലയത്തിൽ നാമജപം നടക്കുമ്പോൾ വിദേശികളൊക്കെ ഓടി വന്ന് അവിടെ ഇരുന്നിരിക്കും. താല്പര്യം. കാരണം കുറേ നാമം ജപിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന അനുഭൂതിക്ക് ഭാഷാ വ്യത്യാസമില്ല, ഭൂമിശാസ്ത്രപരമായി വ്യത്യാസമില്ല. അനുഭൂതി എല്ലാവർക്കും അതുപോലെ തന്നെയാണ്. ആ അനുഭൂതി ലഭിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഈ നാമജപത്തിൻ്റെ, നാമമന്ത്രത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിപ്പിച്ചു തന്ന തിരുനാമാചാര്യന് മള്ളിയൂരിൻ്റെ ഈ മണ്ണിലിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും കൃതജ്ഞതാ നിർഭരമായിട്ട് പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.